ഔദ്യോഗിക വസതിയിൽ നിന്ന് വൻതോതിൽ പണം കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണം നേരിട്ട അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശുപാർശ ചെയ്തതായി റിപ്പോർട്ട് വന്നിരിക്കുന്നു. വൈകാതെ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ നടക്കും. കേന്ദ്ര സർക്കാർ അതിനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുകയും ചെയ്യും. എന്തായിരുന്നു ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള കേസ്? എന്താണ് ഇംപീച്ച്മെന്റ് നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുക? എന്താണ് ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണം? അത് തെളിയിക്കപ്പെട്ടു. പരിശോധിക്കാം. കോഡ് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ മാർച്ച് 14 രാത്രി തീപിടുത്തമുണ്ടായത് അണയ്ക്കുന്നതിനിടെയാണ് ചാക്കുകളിലാക്കിയ നിലയിൽ പണം കണ്ടെത്തിയത്. ഇക്കാര്യം അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 3 ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ആഭ്യന്തര സമിതിയും പണം കണ്ടെത്തിയത് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട്. ജസ്റ്റിസ് വർമ്മയെ പിന്നീട് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും ജുഡീഷ്യൽ നടപടികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് സുപ്രീം കോടതി. അത് വിശദീകരിച്ച ഒരു കത്ത് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും അയച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രീം കോടതി നിയോഗിച്ച 3 ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ആഭ്യന്തര സമിതിയുടെ കണ്ടെത്തലിൽ യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും കണ്ടെടുത്ത കത്തിയ കറൻസി നോട്ടുകളുടെ ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നടപടി എടുത്തിട്ടില്ല. യശ്വന്ത് വർമ്മയെ ഇതുവരെ രാജ്യം സമർപ്പിച്ചിട്ടില്ല. ഇതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിൽ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇനി എങ്ങനെയാണ് ഇംപീച്ച്മെന്റ് നടപടികൾ എന്ന് പരിശോധിക്കാം. ജഡ്ജിയെ പുറത്താക്കുന്ന നടപടികൾ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നടപടികൾ കുറച്ച് ദീർഘമാണ്. ദി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം രാജ്യത്ത് ഇന്നേ വരെ ഇംപീച്ച്മെന്റിലൂടെ ഒരു ജഡ്ജിയെയും പുറത്താക്കിയിട്ടില്ല. ഭരണഘടനയുടെ 124, 218 അനുച്ഛേദങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്നും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 124 പറയുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 218 ഹൈക്കോടതി ജഡ്ജിമാരെ എങ്ങനെ നീക്കം ചെയ്യാമെന്ന് പരാമർശിച്ചിരിക്കുന്നു. ജഡ്ജിമാരെ പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിലോ ഗുരുതരമായ കൃത്യവിലോപത്തിന്റെ പേരിലോ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ഭരണഘടനാ സംവിധാനമാണ് ഇംപീച്ച്മെന്റ്. 1968 ജഡ്ജസ് എൻക്വയറി ആക്ടിൽ ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്ത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊന്ന്, നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ആരംഭിക്കും. പാർലമെന്റിൽ നൽകുന്ന ഒരു പ്രമേയ നോട്ടീസോടെയാണ് ഇംപീച്ച്മെന്റ് പ്രക്രിയ ആരംഭിക്കുന്നത്. നോട്ടീസിൽ ലോക്സഭയിലെ 100 എംപിമാരോ രാജ്യസഭയിലെ 50 എംപിമാരോ പിന്തുണച്ചിരിക്കണം. പാർലമെന്റ് നോട്ടീസ് അംഗീകരിച്ചാൽ അത് സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഒരു പ്രമുഖ നിയമജ്ഞൻ എന്നിവരടങ്ങുന്ന 3 അംഗ സമിതിക്ക് വിടും. ഇവർ ജഡ്ജിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണം. ജഡ്ജിക്കെതിരെ കുറ്റം ചുമത്തേണ്ടത് ഈ കമ്മിറ്റിയാണ്. കണ്ടെത്തലുകൾ വ്യക്തമാക്കി ജഡ്ജിയുടെ രേഖാമൂലമുള്ള പ്രതികരണത്തിനായി അയക്കണം. അന്വേഷണത്തിന് ശേഷം ഈ സമിതി സ്പീക്കർക്കോ ചെയർമാനോ റിപ്പോർട്ട് സമർപ്പിക്കും. ജഡ്ജി കുറ്റക്കാരനാണെന്നാണ് സമിതി കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ വിഷയം വരിക പാർലമെന്റിലേക്കാണ്. ഇവിടെ അന്തിമ വോട്ടെടുപ്പ് നടക്കും. പാർലമെന്റിന്റെ ഓരോ സഭയും പ്രമേയം അംഗീകരിച്ചാൽ ജഡ്ജിക്കെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടതായി കണക്കാക്കും. ജഡ്ജിയെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിശദീകരണ കുറിപ്പ് പ്രമേയം അംഗീകരിച്ച അതേ സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിന്റെ ഓരോ സഭയും രാഷ്ട്രപതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകണമെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും കുറഞ്ഞത് 3/2 ഭൂരിപക്ഷം ലഭിച്ചിരിക്കണം. പ്രമേയത്തിന് അനുകൂല വോട്ടുകൾ ഓരോ സഭയുടെയും മൊത്തം അംഗങ്ങളുടെ 50% കൂടുതലാകണം. പാർലമെന്റ് അത്തരമൊരു പ്രമേയം പാസാക്കിയാൽ ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവ് രാഷ്ട്രപതി പാസാക്കും. പല ജഡ്ജിമാർക്കെതിരെയും ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്ത് ഇന്നേ വരെ ഒരു ജഡ്ജിയെയും ഇംപീച്ച് ചെയ്തിട്ടില്ലെന്നാണ് ചരിത്രം. ഇംപീച്ച്മെന്റ് വിധേയമായ ജഡ്ജിമാർ ആരൊക്കെയെന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇംപീച്ച്മെന്റിന് വിധേയമായ വ്യക്തി. പൊതുസ്വത്ത് ദുരുപയോഗം ചെയ്തുവെന്ന കുറ്റമായിരുന്നു ജസ്റ്റിസ് പി രാമസ്വാമിക്ക് നേരെ ഉയർന്ന ആരോപണം. അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ചു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പക്ഷെ വിഷയം സഭയിലെത്തിയപ്പോൾ 401 പേരിൽ 196 പേർ മാത്രം ഇംപീച്ച്മെന്റിനെ പിന്തുണച്ചു. 205 പേർ വിട്ടുനിന്നു. ഭരണകക്ഷിയായ കോൺഗ്രസ് ആയിരുന്നുവെന്ന് രാമസ്വാമിയെ രക്ഷിച്ചത്. അങ്ങനെ രാജ്യത്തെ ആദ്യത്തെ ഇംപീച്ച്മെന്റ് ശ്രമം അസാധുവായി. ജസ്റ്റിസ് സൗമിത്ര സെൻ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി ആരോപിക്കപ്പെട്ട് 2007 അന്നത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ രൂപീകരിച്ച ഒരു ആഭ്യന്തര കമ്മിറ്റി വിഷയം അന്വേഷിച്ചു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും അദ്ദേഹം രാജിവെക്കാൻ വിസമ്മതിച്ചു. 2008 ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് ശുപാർശ ചെയ്തു. 2009 ജസ്റ്റിസ് സൗമിത്ര സെന്നിനെതിരെ രാജ്യസഭയിൽ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചു. ഉപരിസഭയിൽ പ്രമേയം പാസായി.
ലോക്സഭയിൽ വോട്ടിനിടുന്നതിന് തൊട്ടു മുൻപ് ജസ്റ്റിസ് സൗമിത്ര സെൻ രാജിവെച്ചു. ജസ്റ്റിസ് പി ഡി ദിനകരൻ 2009 സുപ്രീം കോടതിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ പരിഗണിക്കപ്പെട്ടപ്പോഴായിരുന്നു ദിനകരനെതിരെ ആരോപണങ്ങൾ ഉയർന്നത്. 2011 രാജ്യസഭയിലെ എംപിമാർ അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആരോപണങ്ങൾ അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ നിയമിച്ചു. കുറ്റം തെളിയിക്കപ്പെട്ടു, പക്ഷേ ഇംപീച്ച്മെന്റിന് മുന്നേ രാജിവെച്ചു. ജസ്റ്റിസ് ജെ ബി പർദിവാല രാജ്യദ്രോഹ കേസിൽ വാദം കേൾക്കുന്നതിനിടെ സംവരണം രാജ്യത്തിന്റെ പുരോഗതിയെ സ്തംഭിപ്പിച്ചിരിക്കുന്നുവെന്ന് ജസ്റ്റിസ് പർദിവാല അഭിപ്രായപ്പെട്ടു. ജാതി പരാമർശങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ രാജ്യസഭയിൽ എംപിമാർ പ്രമേയം കൊണ്ടുവന്നു. തുടർന്ന് ജഡ്ജി തന്റെ വിധിന്യായത്തിൽ നിന്ന് ആ പരാമർശങ്ങൾ നീക്കം ചെയ്തു. അതിനാൽ പ്രമേയം മുന്നോട്ടു പോയില്ല. ജസ്റ്റിസ് എസ് കെ ഗംഗലെ മധ്യപ്രദേശ് ഹയർ ജുഡീഷ്യൽ സർവീസിലെ ഒരു വനിതാ ജീവനക്കാരിയാണ് ജഡ്ജിക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചത്. കേസ് അന്വേഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഇൻഹൌസ് കമ്മിറ്റി രൂപീകരിച്ചു. ലൈംഗിക പീഡന കുറ്റം തെളിയിക്കാൻ തെളിവുകൾ പര്യാപ്തമല്ലെന്ന് കമ്മിറ്റി വ്യക്തമാക്കി. അതേസമയം ജഡ്ജിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ഉണ്ടായി. ആരോപണങ്ങൾ പരിശോധിക്കാൻ ചെയർമാൻ രൂപീകരിച്ച കമ്മിറ്റി ലൈംഗിക പീഡനമല്ലെന്ന നിഗമനത്തിലെത്തി. ജസ്റ്റിസ് സി വി നാഗാർജുന റെഡ്ഡി ജഡ്ജിയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ 2 പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. 2016 2017 പ്രമേയങ്ങളെ ആദ്യം പിന്തുണച്ച നിരവധി എംപിമാർ പിന്നീട് അത് പിൻവലിച്ചതിനാൽ 2 പ്രമേയങ്ങളും മുന്നോട്ടു പോയില്ല. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര രാജ്യത്ത് ആദ്യമായി ചീഫ് ജസ്റ്റിസിന് നേരെ വന്ന ഇംപീച്ച്മെന്റ് നീക്കം. വിവിധ ജഡ്ജിമാർക്ക് ഏകപക്ഷീയമായി കേസുകൾ കൈമാറിയെന്നും ചില ജഡ്ജിമാർക്ക് മുൻഗണന നൽകിയെന്നും ആരോപിച്ച 2018 ജനുവരിയിൽ 4 സുപ്രീം കോടതി ജഡ്ജിമാർ ഒരു പത്രസമ്മേളനം നടത്തി. അഭൂതപൂർവമായ നീക്കമായിരുന്നു അത്. ആ വർഷം അവസാനം അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ രാജ്യസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. സഭയുടെ അധ്യക്ഷനായിരുന്ന വെങ്കയ്യ നായിഡു ആരോപണങ്ങൾ ആഭ്യന്തര ഭരണത്തെക്കുറിച്ചാണെന്നും മോശം പെരുമാറ്റത്തെക്കുറിച്ചല്ലെന്നും അവകാശപ്പെട്ട് പ്രമേയം അംഗീകരിക്കാൻ വിസമ്മതിച്ചു. ജസ്റ്റിസ് എസ് എൻ ശുക്ല മെഡിക്കൽ കോളേജ് പ്രവേശന അഴിമതിയിൽ പങ്കുണ്ടെന്നാരോപിച്ച് ജസ്റ്റിസ് എസ് എൻ ശുക്ല ആഭ്യന്തര നടപടിക്രമങ്ങൾ നേരിടുകയും 2018 അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര രാജിവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. രാജിക്ക് അദ്ദേഹം വിസമ്മതിച്ചു. ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റിന് ശുപാർശ ചെയ്തു. പക്ഷേ സർക്കാർ അത് പാർലമെന്റിൽ എടുത്തില്ല. 2020 വിരമിക്കുന്നതുവരെ ജഡ്ജി രാജിവെക്കുകയോ ഒരു കേസും നേരിടുകയോ ചെയ്തില്ല. 2023 CBI അദ്ദേഹത്തിനെതിരെ അഴിമതി കേസ് ഫയൽ ചെയ്തു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ അന്വേഷണം കമ്മിറ്റി നടത്തിയിട്ടേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടി കടക്കണം. 2 സഭകളും പാസാക്കണം. രാജ്യത്തെ ആദ്യത്തെ ഇംപീച്ച് ചെയ്യപ്പെട്ട ജഡ്ജിയായി യശ്വന്ത് വർമ്മ മാറുമോ എന്നാണ് ഇനി കാണേണ്ടത്. വോട്ട് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.